ശരി, സലാം മുഹമ്മദ് വിശദാംശങ്ങളും. സലാം, അബിൻ വാർത്താ സമ്മേളനം വിളിച്ചത് 10 മണിക്കാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അതൃപ്തി തുറന്നു പറയാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇങ്ങനെയാണ് കോഴിക്കോട്ട് പ്രസ് മീറ്റ് വെച്ചത് അബിൻ. ഇതിന് അല്പസമയത്തിനുള്ളിൽ തന്നെ അബിൻ വർക്കി വിളിച്ചു ചേർത്ത പത്രസമ്മേളനം ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഇപ്പോൾ ഐ ഗ്രൂപ്പിനുള്ളിൽ വലിയ അതൃപ്തി ഉയർന്നിരിക്കുകയാണ്. ഇത് പ്രധാനമായും ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതിന് പിന്നാലെ അബിൻ വർക്കി ആയിരുന്നു. അത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുമ്പോൾ അബിൻ വർക്കി ആകും പ്രസിഡന്റ് എന്ന തരത്തിലുള്ള ചില ചർച്ചകളും അതുപോലെ ഒരു പ്രതീക്ഷയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അത് നടന്നില്ല. പകരം 2 വർഷം മുമ്പ് താൻ നിഷേധിച്ച അല്ലെങ്കിൽ താൻ നിരസിച്ച ഒരു സ്ഥാനമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഈ ദേശീയ സെക്രട്ടറി സ്ഥാനം എന്നത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുള്ള തരത്തിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ അത്തരം സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് 10 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ട് അതൃപ്തി പരസ്യമാക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പത്രസമ്മേളനം തുടങ്ങിയതിനു ശേഷമേ മനസ്സിലാക്കൂ. ഏതായാലും ഇന്ന് 10 മണിയോടുകൂടി അബിൻ വർക്കി മാധ്യമങ്ങൾ കാണും. ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഉള്ള അതൃപ്തി പരസ്യമാക്കുമോ എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള പ്രതികരണം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഐ ഗ്രൂപ്പ് വിലയിരുത്തുന്നത് ആദ്യത്തെ കാര്യം, സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കിക്ക് എന്തുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചില്ല. അതോടൊപ്പം തന്നെ നേരത്തെ ഈ യൂത്ത് കോൺഗ്രസ് കെ സി വേണുഗോപാലുമായി അടുത്തു നിൽക്കുന്ന പക്ഷത്ത് ആളുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ, അതായത് സംഘടനാ സംവിധാനങ്ങളൊക്കെ തന്നെ കെ സി വേണുഗോപാൽ പിടിച്ചടക്കുന്നു. ആ രീതിയിൽ ഇപ്പോൾ നിലവിൽ ബിന്നിച്ചുള്ളിൽ എന്ന് പറയുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്തയാളെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു. ആ രീതിയിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ അബിൻ വർക്കിയെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തതെന്ന തരത്തിലുള്ള ചില ചർച്ചകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അമർഷങ്ങളുമാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് അബിൻ വർക്കി എന്താണ് പറയുന്നത് എന്നുള്ളത് 10 മണിയോടുകൂടി തന്നെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകി.